കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാടല്, നവകം, ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം കണ്ടിട്ടും ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചെറിയൊരു താമര വിരിയിച്ചിട്ടുണ്ട്. ആ താമരയിൽ നിൽക്കണ ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിരിക്കണത്. കാല് പിണച്ചു വെച്ചിട്ടുണ്ട് താമരയുടെ മുകളിൽ. പിണച്ചു വെച്ച രണ്ട് കാലുമിൽ അതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണം. ഒരു മിടുമിടുക്കൻ, അധികം തടിയൊന്നുമില്ലാത്ത മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, 3 ഗോപീതിലകങ്ങൾ, ഒന്ന് മാറില്, രണ്ടെണ്ണം തോളത്ത്, അങ്ങനെയാ ചാർത്തിരിക്കണത്. കൈവളകള്, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. പൊന്നുണ്ണി കണ്ട 2 കൈയോടുകൂടി ആ പൊന്നോടൊക്കെ ഉള്ള ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിട്ട് വേണുഗാനം പൊഴിക്കുക. താമരക്കണ്ണനായിട്ടാണ് നിൽക്കുന്നത്. താമരപ്പൂവിൽ കാല് പിണച്ച് വെച്ച് ഓടക്കോയിൽ വിളിച്ച് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടി വേണുഗാനം പൊഴിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. എന്താ അല്ലേ, നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ശ്രീലകത്ത് കേട്ടോ. കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്, ഒരൊറ്റ പീലിയായിട്ട്. അതും നല്ല ഭംഗിയുണ്ട്. 2 തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത്. ഒന്ന് വെളുത്ത അഞ്ചാറവട്ടം കൊണ്ടുള്ള തിരുമുടിമാല, മറ്റൊരു തെച്ചിപ്പൂവും തുളസിയായിട്ടൊരു തിരുമുടിമാല. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള തടിച്ചുരുണ്ട 2 ഉണ്ടമാലകൾ, 2 വനമാലകളാ. തെച്ചി ധാരാളമായിട്ട് തുളസി ഇടയിലായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. അതും നല്ല കൗതുകമുണ്ട്. 2 ഉണ്ടമാലകളും 2 തിരുമുടിമാലകളും. അതിൻ്റെ നടുവിലാണ് താമരപ്പൂവിൽ നിൽക്കണ ഉണ്ണിക്കണ്ണൻ. താമരക്കണ്ണൻ. ആ കണ്ണങ്ങനെയാണല്ലോ കണ്ണൻ്റെ. ആ താമരക്കണ്ണൻ അത് ആ താമരപ്പൂവിൽ നിന്നിട്ട് ഓടക്കൊള്ളി വിളിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ, താമര തുളസിയായിട്ട് ഒരു ഉണ്ടമാല, പിന്നെ 2 ഉണ്ടമാലകൾ, പിന്നെ കണ്ണനപ്പുറം ഇവിടെ തുളസി മാത്രമായിട്ട് 4 എണ്ണം, അങ്ങനെ 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാവും. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ താമരപ്പൂ ഇങ്ങനെ കളഭം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. ആ താമരപ്പൂവിൽ നിന്നുകൊണ്ട് കാല് പിണച്ച് വെച്ച് വേണുഗാനം പൊഴിക്കണം. നല്ലൊരു വേണുഗോപാലൻ. അത് കാണാൻ നല്ല കൗതുകമാട്ടോ. മനസ്സിലിങ്ങനെ വിചാരിച്ചതാണ് നല്ല സന്തോഷം. അത്ര രസമായിട്ടുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. നാരായണീയം ദശകം 98 ശ്ലോകം 4 മലയാള വിവർത്തനം. ബിംബിപ്പൂ മായയിൽ നീ മഹദതു മതവും ഭൂത തന്മാത്രജാലം നേത്രം തൊട്ടഞ്ചിനാലും ഭുവനമിതകിലം സ്വപ്നതുല്യം രചിപ്പൂ ശേഷം നീ ഉൾവലിപ്പൂ കമഠവ പദഗണം പോലെ നിൻകാലശക്തിയാ തിങ്ങും ഘോരാന്ധകാരേ വിധിമരമരുളും നിന്നെ ഞാൻ വാഴ്ത്തിടാവൂ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ കാല് പണച്ച് വെച്ച് താമരപ്പൂവിൽ കയറി നിൽക്കുകയാണ്. താമരക്കണ്ണനായിട്ടാണ് നിൽക്കണത്. നല്ല കൗതുകത്തിൽ. ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം അങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ. ആനന്ദം അങ്ങനെ വരും. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ആ ആനന്ദത്തോടുകൂടി ആ തൃപ്പാദത്തിൽ വീണങ്ങൾ നമസ്കരിക്കുക. ആ തൃപ്പാദം 2 ഭക്തന്മാരായ നമുക്കുള്ളതാണ്. ആ തൃപ്പാദം 2 മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ജപിക്കല്ലേ നാമം. നാരായണ 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 ഹരേ ഹരേ.